ഹലോ ഗായ്സ്, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ സെറ്റും മുണ്ടൊക്കെ കൊടുത്തിട്ട് എന്താണ് ഈ കിടന്നും കഥകളി കളിക്കണേന്ന്. ഗായ്സ്, ഇത് വിഷു സ്പെഷ്യലായിട്ട് ഞാൻ എടുത്ത ഒരു വ്ളോഗാണ്. പക്ഷെ കുറേ നാളായിട്ട് എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതാണ് ഡിലേ വന്നു, കുറച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇത്രയുള്ള കാര്യം, നമ്മുടെ വിഷു സ്പെഷ്യലായിട്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതും നമ്മുടെ ഗുരുവായൂരപ്പനെ കാണാൻ വേണ്ടിയിട്ട്, കൃഷ്ണനെ കാണാൻ വേണ്ടിയിട്ടുള്ള അതിയായ ആഗ്രഹത്തിൽ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് കുളിച്ച് എല്ലാം റെഡിയായി സെറ്റും മുണ്ടൊക്കെ സെറ്റ് ചെയ്ത് ഉടുത്ത് റെഡി ആവുന്ന കാഴ്ചയാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ മാച്ചിങ്ങിന് നല്ല ജുമ്മിക്കൊക്കെ ഇട്ട് റെഡിയായി നോക്കിയപ്പോൾ പൊട്ട് തൊട്ടിട്ടില്ല. അപ്പോൾ ഞാൻ ഒരു കുഞ്ഞു പൊട്ടൊക്കെ തൊട്ട് സെറ്റ് ആവുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് എന്നെ തന്നെ കണ്ടപ്പോൾ തോന്നി കുറച്ച് കൊള്ളാം, ലുക്കായിട്ടുണ്ടെന്ന് തോന്നി. അപ്പോൾ ഒരു മാലയും കൂടി ഇട്ടാലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനൊരു ചോക്കർ മാല സെറ്റ് ചെയ്ത് നോക്കി. പക്ഷേ അതെനിക്ക് അത്ര വലിയ മാച്ചായിട്ടൊന്നും തോന്നിയില്ല, കാരണം കുറച്ച് ആഡംബരമായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് സിമ്പിൾ ലുക്കാണ് ഭംഗിയെന്ന് തോന്നിയുകൊണ്ട് ഞാനത് മാറ്റി. അങ്ങനെ ഞാൻ റെഡി ആവാൻ പോവാണ് ഗായ്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഞാൻ നല്ല സിന്ദൂരൊക്കെ തൊട്ട് നല്ല സുന്ദരി കുട്ടിയായിട്ട് എൻ്റെ കൃഷ്ണനെ കാണാൻ വേണ്ടി പോണേണ്. അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന കാഴ്ചയാണ് ഗായ്സ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യുന്ന എല്ലാ വിശേഷങ്ങളും നിങ്ങളെ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഓട്ടോ വിളിച്ചാണ് ഞാൻ ബസ് സ്റ്റാൻഡിലേക്ക് പോയത്. വീഗാലാൻഡ് ട്രിപ്പ് പോകണ പോലെ എനിക്ക് തോന്നിയത്, ഭയങ്കര കുലുക്കായിരുന്നു ഗായ്സ്. അങ്ങനെ ഞാൻ ബസ് സ്റ്റാൻഡിലെത്തി. അപ്പം തന്നെ എൻ്റെ ഒരു കോലമായി, മേക്കപ്പൊക്കെ ചെറുതായിട്ട് വേർത്തൊലിച്ച് കുലുക്കുന്നുണ്ടായിരുന്നു. എന്നാലും എനിക്ക് ബസ്സൊക്കെ കിട്ടി. അങ്ങനെ ബസ്സിലൊക്കെ കയറി ട്രാവലിംഗ് തുടങ്ങാൻ പോവാണ്. അങ്ങനെ ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനായ ഗുരുവായൂരെത്തി ഗായ്സ്. ടെമ്പിള് കാണാൻ പോവാണ്, ഗുരുവായൂരപ്പനെ കാണാൻ പോവാണ്. എക്സൈറ്റ്മെന്റ് ആണ്. അതിനെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല ഗായ്സ്. ഞാൻ ആ ഗുരുവായൂർ എത്തിയപ്പോൾ ശരിക്കും പറഞ്ഞാൽ എക്സൈറ്റ്മെൻറ്റ് പ്ലസ് സന്തോഷവും സങ്കടവും കൂടി ഒന്നിച്ച് വന്നൊരു അനുഭവമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. കാരണം ഞാൻ ഒരുപാട് വർഷമായിട്ട് ആറ്റുനോറ്റ് കാത്തിരുന്ന് എത്തിയതാണ് ഗുരുവായൂർ. ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു എനിക്ക് അവിടെ പോകാനും ചെല്ലാനും. എന്നാൽ പോലും വിഷുവിൻ്റെ അന്ന് ഭഗവാൻ എനിക്ക് ഫിക്സ് ചെയ്തേക്കുന്ന ഡേറ്റ് വിഷുവിനായിരുന്നു. ഒരു പ്രത്യേക ദിവസം തന്നെ കണി കാണാൻ വേണ്ടിയിട്ട് ഗുരുവായൂരപ്പനെ കാണാൻ ചെല്ലാൻ പറ്റിയല്ലോ എന്ന് ഓർക്കുമ്പോൾ ഇല്ലേ, ഇപ്പോഴും ഗൂസ് ബംസ് വരെയാണ്. ഒത്തിരി സന്തോഷവും അതിലേറെ സങ്കടവും തോന്നിയ ഒരു നിമിഷമാണെന്ന് എനിക്കത് എന്താണെന്ന് എനിക്ക് അറിയില്ല. കാരണം ഗുരുവായൂരപ്പനെ പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലേ, എൻ്റെ മനസ്സും കണ്ണും ഒരുപോലെ നിറഞ്ഞൊരു നിമിഷമായിരുന്നു. അത് ഒത്തിരി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഞാൻ ചെന്നതാണെന്ന് പറയാം. കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു, കുറേ പേർക്ക് അത് ഇഷ്ടവുമല്ല ഞാൻ ചെല്ലുന്നതിൽ. എന്നാൽ പോലും എനിക്ക് ഒരു വിശ്വാസമുണ്ട്, ഞാൻ എല്ലാ ദൈവങ്ങളെ ഒരുപോലെ കാണുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ പോകണമെന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഞാൻ വിഷുവിൻ്റെ അന്ന് അവിടെ ചെന്നത്. അപ്പോൾ ഒരു സ്പെഷ്യൽ ഡേ തന്നെ എനിക്ക് അവിടെ ചെല്ലാൻ പറ്റിയെന്ന് ഓർത്തപ്പോൾ ഒത്തിരി സന്തോഷം എനിക്ക് തോന്നി. വീഡിയോയിൽ മാത്രം കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ ഗുരുവായൂരും അമ്പലവും നടയും അതുപോലെ തന്നെ ആ മരവും ഒക്കെ കാണുന്നത് നേരിട്ട് കാണാൻ പറ്റിയെന്ന് ഓർക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നിയത്. ശരിക്കും പറഞ്ഞ ഈ കൊച്ചു കുട്ടികളൊക്കെ വായ പൊളിച്ച് ഒരു സാധനങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കൂലേ, അതുപോലെയായിരുന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ. ആദ്യമായിട്ട് അന്തം വിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു ആ പരിസരവും അമ്പലവും നടയും കൃഷ്ണയൊക്കെ കണ്ടിട്ട് ഒത്തിരി സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. അപ്പോൾ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യുമെന്ന് തോന്നി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക്